ഇത് വർഷം 2026 ജൂൺ മാസം തീരാൻ പോകുന്നു. ജൂലൈക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രം. പക്ഷേ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നേ ഭാരതീയ ജനതാ പാർട്ടി NDA നീക്കങ്ങൾ, തന്ത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും 2029 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ JP നദ്ദ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലും മറിച്ചല്ല. കേരളത്തിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള എല്ലാ നീക്കങ്ങളും ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങുകയാണ്. ഏറ്റവും വേഗം തന്നെ ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രചരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി, ഊർജിതപ്പെടുത്തി സാധാരണക്കാർക്കിടയിലേക്ക്, യുവാക്കൾക്കിടയിലേക്ക്, സ്ത്രീകൾക്കിടയിലേക്ക്, പുതിയ വോട്ടർമാർക്കിടയിലേക്കൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളും അതിൻ്റെ മറ്റു വശങ്ങളുമൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു പ്രചരണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള, അതിന് മുന്നോടിയായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതിയുമായിട്ടാണ് BJP ഇപ്പോൾ എത്തുന്നത്. മത്സരരംഗത്തിറങ്ങാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അതത് മണ്ഡലങ്ങളുടെ ചുമതല നൽകി പ്രഭാരിമാരായി നിയമിക്കാനാണ് പാർട്ടിയുടെ നീക്കം. പ്രഭാരി എന്നാൽ ചുമതലക്കാരൻ, ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്നൊക്കെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിലാണ് ഈ പുതിയ പരീക്ഷണം നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ മിന്നും വിജയം നേടിയതോടെ കൈവന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ഇപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ ചുമതലക്കാരനാകും. ആറ്റിങ്ങലിൽ K സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സന്ദീപ് വാചസ്പതി, കൊല്ലത്ത് ചാത്തന്നൂർ MLA BV ഗോപകുമാർ എന്നിവരെയാണ് ഇപ്പോൾ പ്രഭാരിമാരായി പരിഗണിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിയമനങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. അതിനുശേഷം നേതാക്കൾ മണ്ഡലങ്ങളിൽ പൂർണ്ണ സമയം ചെലവഴിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ കുറച്ച് വ്യത്യസ്തമായ രാഷ്ട്രീയ അവസ്ഥയുള്ളതുകൊണ്ട് കുറച്ചുകൂടി കടുപ്പമേറിയ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ പരിപാടി തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നിട്ടും പാലക്കാട് ഉൾപ്പെടെയുള്ള ചില സീറ്റുകൾ BJPക്ക് നഷ്ടമായിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടാൻ കാരണം മണ്ഡലം കേന്ദ്രീകരിച്ച് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് എന്ന കടുത്ത വിമർശനം BJP കോർ കമ്മിറ്റിയിൽ ഉയർന്നു. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ അതത് മണ്ഡലങ്ങളിൽ പ്രവർത്തകരെ, അതിൻ്റെ പ്രഭാരിമാരെ നിയമിച്ചുകൊണ്ട് അവരെ മുഴുവൻ പൂർണ്ണസമയ പ്രവർത്തകരാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനും 2029 ഇപ്പോഴേ അതൊക്കെ തയ്യാറാക്കി വെക്കാനും മുമ്പോട്ട് പോകാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. ഇത് BJPയുടെ രീതിയാണ്. ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായി കൈവന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ്. നേരത്തെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി തുടങ്ങുക, നേരത്തെ കാര്യങ്ങൾ ശരിയാക്കുക. ഒരു ബസ് കയറാൻ നമ്മൾ 8 മണിക്ക് ബസ്സാണെങ്കിൽ നമ്മൾ 8:05 മിനിറ്റിലൊപ്പം പോകുന്നതിനേക്കാൾ നല്ലത് ഒരു 7:30, 7:45 ആകുമ്പോൾ പോകുന്നതാണ് എന്നുള്ള BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രത്തിൻ്റെ തിരുവനന്തപുരം വേർഷനാണ് ഇനിയിപ്പോൾ ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്.